ടീച്ചറാണ് തിരക്കിലാണെന്ന് തോന്നുന്നു. അമ്മക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ആരുടെ അമ്മയ്ക്ക്? ടീച്ചറിന്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, അമ്മക്ക് സുഖമില്ലാന്ന് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല സാർ. എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല ടീച്ചറെ. വാദത്തിൻ്റെ കാര്യമായ പ്രശ്നമുണ്ട്, പിന്നെ ആസ്മ. എൻ്റെ അമ്മക്ക് ഞാനല്ലാതെ ആരുമില്ലല്ലോ. അമ്മക്ക് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം. എൻ്റെ പ്രധാനമായിട്ട് ഞാൻ കല്യാണം കഴിക്കാത്തുള്ള വിഷമം അമ്മയ്ക്ക്. അമ്മക്ക് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ വേദന അല്ല ഇപ്പോൾ, മാനസികമോ. അയ്യോ സാർ, അമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അയ്യോ ടീച്ചർ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ, അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമല്ല. ഏതൊരമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ സ്വന്തം മകൻ്റെ കുഞ്ഞിനെ താലോലിക്കാൻ. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ടീച്ചറെ, പക്ഷേ ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം മാനസിക പീഡനമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതുവരെ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റിയ ഒരു സ്ത്രീയെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ടീച്ചറെ. അഥവാ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടെത്തിയാൽ കഴിഞ്ഞാലും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറെപ്പോൾ വന്ന്? ഇപ്പോൾ വന്നേ ഉള്ളൂ. ഒരു കുഞ്ഞിക്കാല് കാണാൻ സാറിന് കഴിയാമെന്ന് തോന്നണില്ല. സാറിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, ഈ ക്ലാസ്സിൽ പോകണ്ടേ? ഞാൻ പോവാം സാർ. താങ്ക് യു സാർ. അല്ല സാറേ, ഈ കുഞ്ഞിക്കാലിനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കാതെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നോക്കാം കേട്ടാ. ചെല്ല്. കഷ്ടം. ആവണ കാലത്ത് വായും പൊളിച്ചോണ്ട് കിടക്കും. ഇനി വായിക്കണം. ഒന്നില്ലൊരു ബഹുമാനം വേണ്ടടാ. ഞാനൊക്കെ 2 ലക്ഷം പറഞ്ഞിരുന്ന അധ്യാപകനല്ലേ നിന്റെ. എടാ മമ്മു, നിന്റെ വാപ്പനെ എന്നെ പോലെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞ് നീ വാപ്പയുടെ മുഖത്ത് കിട്ടുന്ന ആശ്രയം വായിക്കോ? എൻ്റെ വാപ്പ കല്യാണം കഴിച്ചു സാറേ. വാപ്പൻ്റെ മോനാ ഞാൻ. എൻ്റെ അമ്മ വാപ്പൻ്റെ ഭാര്യ. ടീച്ചറെ, എന്താ ടീച്ചർ മൊത്തം വാട്ടം? ഓ എന്തുവാ മമ്മു, ആ ബാഹുലൻ സാറിനെ കാണാൻ ഒരു സ്വസ്ഥതയും. കുഞ്ഞിക്കാല് കാണണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടക്കുക. ഈ കുഞ്ഞിക്കാല് കാണണം എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഒക്കുവാണെങ്കിൽ അങ്ങനെ ഒന്ന് നേരെയാക്കൂ. നിങ്ങൾ വലിയ പുള്ളികളല്ലേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കുക. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിന് പറ്റിയൊരു പരിഹാരം. എനിക്കൊരു സമാധാനവും കിട്ടും. ഇത് നടന്നാൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നടക്കും. എന്ത് കാര്യം? എടാ, ബാക്ക് ബെഞ്ചേഴ്സിന്റെ നിലവാരം കുത്തനെ ഉയരും. അങ്ങനെ ഇന്ന് പടിയും വെച്ചിട്ട് പിന്നെ കുത്തനെ ഉയരാൻ നിൽക്കണേ. അതൊക്കെ അയാൾ ഇപ്പം മറക്കും. അങ്ങനെ മറക്കൊന്നുമില്ല. നീ മറ്റേ ഫോൺ എടുത്തോ, ഒരു കാര്യമുണ്ട്. എന്ത് ഫോൺ ഇട്ടേ പറയട്ടെ. സാറിനെ വിളിക്കാൻ പോകണം. അതന്നെ അടി നമ്മൾ അതല്ല, വേറെ കാര്യമുണ്ട്. ഹലോ സാർ, പൊറിഞ്ചോണ് സാർ. അല്ല സാറേ ക്ഷമിക്കണം സാറേ. കളിയാക്കിയതല്ല സാർ, മിമിക്രി പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ക്ഷമിക്കണേ സാർ. സോറി കേട്ടോ സാർ. ഓക്കെ സാർ, ഇനി നേരിട്ട് കാണാം. സാർ, എന്താ ഞാൻ സാറിനെ കാണാമെന്നാണ്.
കണ്ടില്ല പൊക്കോ. അല്ല സാറേ, കണ്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്ത് പറയാനാ? സാറേ, ഞങ്ങളുടെ പരിചയത്തിൽ ഒരു കുട്ടിയുണ്ട് സാർ. നല്ല കുട്ടിയാണ് സാറേ. ആ കുട്ടിക്ക് പഠിക്കണം. പഠിച്ചോട്ടെ. അല്ല, അതിന് ആ കുട്ടിയുടെ വീട്ടുകാർ എങ്കിൽ പഠിക്കണ്ട. സാറേ, ആ കുട്ടിക്ക് ഡിഗ്രിക്ക് 80% മാർക്കുണ്ടായിരുന്നു സാർ. സാറേ, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. 90% മാർക്ക് ഉണ്ടായിരുന്നില്ലടാ. എങ്കിൽ നീയൊക്കെ ആ കുട്ടിയെ കണ്ട് പഠിക്കണം നന്നായിട്ട്. ഇനിയിപ്പോൾ ആ കുട്ടീനെ കണ്ടു പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രശ്നം. എന്താ കാര്യം പറ, എന്താ കാര്യം? കുട്ടിക്ക് കല്യാണമായി സാർ. ആയിക്കോട്ടെ. സാർ, അത് എന്തെന്ന് പറഞ്ഞാലേ സാർ, ഇനിയിപ്പോൾ ആ കുട്ടി ചേരാൻ പോകുന്നത് MA-ക്കാണല്ലോ. അപ്പോൾ ആ കുട്ടി മലയാളത്തിന് ചേരാൻ പോണോ? അപ്പം മലയാളം മെയിൻ എടുത്ത് പഠിക്കാന്നാണ്. MA മലയാളം പേരെടുത്ത് ആ കുട്ടി പഠിക്കാൻ പോണ. അപ്പം അതിനെന്തോ മാനസിക പ്രശ്നമുണ്ട് സാർ. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല സാറേ. ആ കുട്ടീനെ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവരണം. സാറ് അതിന് മുന്നിട്ട് ഇറങ്ങണം. അതാ ഞങ്ങൾ പറയാം. ഞാൻ മുന്നിട്ടിറങ്ങ കുട്ടിയുടെ ചിറ്റപ്പരൊന്നും അല്ലേ. സാർ എന്ത് പറഞ്ഞാലും തർക്കുത്തരേ പറയുള്ളൂ സാറ്. ആ കുട്ടിയുടെ ചിറ്റപ്പനൊന്നും ആകണ്ട സാറ്. നമ്മൾ മലയാളത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഈ കോളേജിൽ എത്രയോ അധ്യാപകരുണ്ട്, മലയാള അധ്യാപകർ. നമ്മൾ അവരുടെ അടുത്തൊന്നും പോയില്ലല്ലോ. ഞങ്ങൾ മലയാളത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ സാറിനെ സ്നേഹിക്കുന്നു. അപ്പൊ സാറ് ആ കുട്ടിയെ മലയാളം പഠിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാറിന്റെ അടുത്ത് വന്നത്. ആക്കല്ലേ. സാറേ, ആ കുട്ടിയുടെ വീട് വരെ സാറൊന്ന് ഞങ്ങൾ കൂടെ വന്നാൽ മതി. ഞാൻ വന്നോ? ആ കുട്ടിയുടെ അച്ഛനമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കിയത് സാർ. ആ കുട്ടീനെ വിദ്യാഭ്യാസത്തിന്റെ ലോകത്തേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ തിരിച്ചു കൊണ്ടുവരണം. നമ്മളെല്ലാവരും കൂടി ചേർന്ന് എന്ത് കാര്യം എന്താ ഇത്ര താല്പര്യം എടുക്കരുത്? അത് ഈ കുട്ടിയുടെ സാറൊന്നും വരണം, നമ്മുടെ കൂടെ ഒന്ന് വന്ന് നിൽക്കണം സാർ. പ്ലീസ് സാർ, ഞങ്ങളെ ആ കുട്ടിയെ കൈ വിടരുത്. സാർ പ്ലീസ്. നിങ്ങൾ എന്റെ കൈ വിടറ. എന്താ കുട്ടിയുടെ പേര്? ലക്ഷ്മി. ശ്രീലക്ഷ്മി. ഇരട്ട കുട്ടികളാ? ഒറ്റ കുട്ടിയാണ് സാർ. ഒറ്റ കുട്ടിയാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ. അപ്പൊ ഞായറാഴ്ച സാറേ കുളിച്ച് റെഡിയായി വന്നാൽ മതി. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയായി ഞാൻ വണ്ടിയായിട്ട് വരട്ടെ സാർ. നീ വരുമോ? ഓ രാവിലെ? ഞാൻ വരും സാർ. ഇവൻ വരും സാർ. ആരെങ്കിലും ഞാൻ വന്നോളാം. പോരെ സാർ. പോയില്ലേ നീ? ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സാർ. കണക്കിന്റെ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, മാർക്ക് ഇടുന്നു. പറഞ്ഞു ഞാൻ അടുത്തും പറയണ്ട കേട്ടോ. പറയില്ല. എന്തൊരു കഷ്ടതയും ഓരോ അബദ്ധങ്ങൾ പറ്റണത്. ഇങ്ങ് വാ. വാ. എന്താ സാറേ? ഇല്ല, മറ്റേ ഇവിടെ അവനവിടെ സാറിന്റെ റൂമില്ല, മലയാളം ആ, അവനും കൂടെ വരട്ടെ. ഇങ്ങോട്ടേ വാ. ഈ ബ്രോക്കർ പണി എന്ന് തുടങ്ങി. ബ്രോക്കർ പണി എന്ന് തുടങ്ങി. ആര്? നിങ്ങൾ ഞാൻ അവിടെ പറയണൊക്കെ കേട്ടാ. അയാളെ ഒരു മലയാള അധ്യാപകനായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അയാൾക്ക് പിടികിട്ടിയില്ല. പക്ഷെ ഓൾ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യണ എനിക്ക് ഒക്കെ പിടികിട്ടി. ഈ കോളേജിൽ അലിഞ്ഞ് ഇരിഞ്ഞ് കിടക്കുന്ന സമയം കൊണ്ട് നിനക്കൊക്കെ ഈ പണി തന്നെ ചെയ്തൂടെ? 10 പൈസ ഉണ്ടായിക്കൂടെ? പിന്നെ നേരാവണ്ണം ഒരു പടപട ഇതൊന്നും നടത്തി കൊടുക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ വൈകിയ വേളയിലെങ്കിലും അങ്ങേർക്ക് ഈ ഒരു സഹായം ചെയ്യണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനൊരു സഹായം ചെയ്തതാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സംഗതി ഫ്ലോപ്പാക്കി കൈ കൂടെ. ആ പിന്നെ അവിടെ നിന്ന് കിട്ടണ വാങ്ങിച്ചോണം അവസാനം. കല്യാണം നടത്തി കൊടുക്കാൻ